ശ്രീ പി കെ ഷാജൻ, ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നഗരസഭ യോഗത്തിനകത്ത് കൗൺസിലർമാർ ഉന്നയിക്കണമെന്നില്ല. നിങ്ങളെ നേതാക്കൾ തന്നെ അതിലൂടെ നടന്നു പോകുമ്പോഴും വാഹനങ്ങളിലൂടെ പോകുമ്പോഴും അറിയാം അവിടുത്തെ കുഴിയുടെ അവസ്ഥ. മഴ വരുമെന്ന് അറിയാം. ഒരു കാര്യമായി എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ വിഷ്ണുദത്ത് എന്ന് പറയുന്ന 22 വയസ്സുകാരൻ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു, അല്ലേ? അപ്പോൾ ഇത് നഗരസഭയുടെ വീഴ്ചയാണ് എന്ന ആക്ഷേപത്തിൽ നിന്ന് അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യായം പറയാനുണ്ടോ? ഞാനതിൽ ന്യായം പറഞ്ഞ് മറികടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും വളരെ ദുഃഖകരമായ അന്തരീക്ഷത്തിലാണ് ഇന്ന് നമ്മുടെ ചർച്ച. ഒരു 32 വയസ്സുള്ള ഒരു പയ്യൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവരും ദുഃഖിക്കുന്നതാണ്. ആ ദുഃഖം എല്ലാവരും പങ്കുവയ്ക്കുക. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ കാലങ്ങളായിട്ട് ഇവിടെ ഒന്നും ചെയ്യണില്ല എന്ന നിലയിലുള്ള ചർച്ചയിലേക്ക് പോവുകയാണ്. ഒരു മാസം മുമ്പല്ലേ പൂരം നടന്നത്. പൂരത്തിൻ്റെ സമയത്ത് എല്ലാ റോഡുകളും, ചില റോഡുകൾ ടാർ ചെയ്യുക, ചില റോഡുകൾ ഓട്ടടയ്ക്കുക, പൂരം വരുന്ന വഴികളെല്ലാം കൃത്യമായി അത് റിപ്പയർ ചെയ്യുക. ഈ വർക്ക് പൂർണ്ണമായി നടത്തിയത് കോർപ്പറേഷനും ബന്ധപ്പെട്ട അധികാരികളും കൂടിയിട്ടാണ്. അതിനുശേഷം റിവ്യൂ നടന്നപ്പോൾ കളക്ടറാണ് യോഗം വിളിച്ചു ചേർത്തത്. കളക്ടർ യോഗം വിളിച്ച് മന്ത്രിമാരുടെ, ഇപ്പോൾ കേന്ദ്രമന്ത്രി അടക്കമുള്ള സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തു. പൂരത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ റോഡ് റിപ്പയർ ചെയ്തതായി. മിക്കവാറും എല്ലാ റോഡുകളും റിപ്പയർ ചെയ്തു, വളരെ കൃത്യമാക്കി എന്ന് എല്ലാവരും അംഗീകരിക്കുന്നതല്ലേ. അന്തസ്സായി നടത്തി എന്ന് പൂരത്തിന് ശേഷം എല്ലാവരും പറഞ്ഞതല്ലേ. ആ സമയം കഴിഞ്ഞാണ് വീണ്ടും ഒരു വമ്പിച്ച മഴ പെയ്യുന്ന ഏർപ്പാട് വന്നത്. ആ മഴ വരുമെന്ന് വരുമെന്ന് കണ്ടപ്പോൾ മുൻകൂട്ടി മേയർ അനുമതി കൊടുത്തു. ഓരോ ഡിവിഷനിലേക്കും ആവശ്യമായ പൈസ, റോഡുകൾ, ചാലുകൾ വൃത്തിയാക്കുന്നതിന് ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും എഇമാർക്കും പ്രത്യേക പൈസ അത് കൊടുത്ത് അവർ ചെയ്തതിൻ്റെ കൂടി ഫലമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഇന്ന് വെള്ളത്തിലാകാത്തത് എന്ന് യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കുന്ന ആളുകൾക്ക് അറിയാം. ഇപ്പോൾ ഇവിടെ ഒരു അപകടം നടന്നു. അതിൽ നമ്മൾ ആ ദുഃഖത്തെ മറച്ചു വെക്കാൻ പറ്റുമെന്ന് പറയുകയാണെന്ന് ഒരിക്കലും എടുക്കരുത്. അത് ദുഃഖം തന്നെ. പക്ഷെ ഈ കുഴികളടക്കം പൂരത്തിന് വൃത്തിയാക്കി MG റോഡ് വളരെ കമനീയമാക്കിയിട്ടു എന്ന് എല്ലാവരും പറഞ്ഞതല്ലേ. ഈ മഴയിലാണ് ആ കുഴി വന്നത്. ആ കുഴി കണ്ടപ്പോൾ കുട്ടി വെട്ടിച്ചെടുത്തു, മരണം സംഭവിച്ചു. ദുഃഖകരാണ്. അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തുടർന്നും നല്ല ജാഗ്രത വേണം. എല്ലാ എഇമാർക്കും അടിയന്തരമായി ഇനി വന്ന കാര്യങ്ങൾ, ഈ മഴക്കാലം അല്ല ശ്രീ പി കെ ഷാജൻ, ഈ മഴ വരുന്നതിന് തൊട്ട് മുൻപ് ചെയ്യേണ്ട ഇത്തരം കാര്യങ്ങൾ, അതായത് റോഡിലെ കുഴികൾ അടയ്ക്കുക, ചാലുകൾ വൃത്തിയാക്കുക, ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇപ്പോൾ താങ്കൾ പറഞ്ഞ എല്ലാ ഡിവിഷനും വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, വേണ്ട പണം കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് എന്നിട്ട് നടന്നില്ലല്ലോ. നടക്കാത്തത് കൊണ്ടല്ലേ ഈ അപകടം ഉണ്ടായത്. മാസം മുമ്പ് പൂരം നടന്നറിയാലോ. അതെ, അല്ല ഞാൻ പറയാം. പൂരം എന്നത് ഒരു മാസം മുമ്പാണ് നടന്നത്. ആ ഒരു മാസം മുമ്പ് ഈ എല്ലാ പ്രവൃത്തിയും നടന്നതാ. അതെല്ലാവരും അംഗീകരിക്കുന്നതല്ലേ. സാറ് വന്ന് അന്വേഷിക്കൂ, കളക്ടറോട് ചോദിക്കൂ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൊടും മഴ. ഈ കൊടും മഴയത്ത് ഈ വെള്ളലുള്ള സ്ഥലങ്ങളിൽ റോഡ് പൊട്ടും. കുറുക്കഞ്ചേരി മുതൽ കുറുപ്പ റോഡ് വരെ നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു റോഡ് വീതി കൂടി. അവിടെ കുറുപ്പ റോഡ് മുതൽ ഈ കുറുക്കഞ്ചേരി വരെ ഭൂമി ഇളകി മറിയുന്നതാണ്. അവിടെ BMBC റോഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പം അത് കോൺക്രീറ്റ് ഇടാൻ തീരുമാനിച്ചു. കോൺക്രീറ്റഡിന് 1.25 അടി ഉയരം വരും. 1.25 അടി ഉയരം വന്നാൽ വെള്ളം മറിയും. അതിന് ചാല് പണിയണം. അപ്പോൾ റോഡ് പണി കഴിയുന്നതോടുകൂടി തന്നെ അശാസ്ത്രീയമാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചാൽ അല്ലെങ്കിൽ കുറവ് ചൂണ്ടിക്കാട്ടിയാൽ മറുപടി എന്താ ശ്രീ ഉല്ലാസ് ബാബു, എന്താണ്? ഷാജൻ ചേട്ടാ, ഞാനൊരു ഇപ്പൊ ഷാജൻ ചേട്ടനാണെങ്കിലും രാജേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും തൃശ്ശൂർ ടൗൺ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നടക്കാത്തവരല്ലല്ലോ. എന്നേക്കാൾ വർഷങ്ങൾ കൂടുതൽ ഷാജൻ ചേട്ടൻ നടന്നിട്ടുണ്ടോ, അതിനേക്കാൾ അതേപോലെ തന്നെ രാജേട്ടൻ നടന്നിട്ടുണ്ടാവും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആ പൈപ്പ് ലൈൻ റോഡ് എടുത്തോ, ചെമ്പുകാവ് എടുത്തോ, നിങ്ങൾ ആ ബെന്നറ്റ് റോഡ് എടുത്തോ, സെന്റ് തോമസ് കോളേജിന്റെ മുൻഭാഗം, പിന്നെ കുറുപ്പം റോഡിൽ 1.25 അടി ഹൈറ്റ് പൊന്തിയതിനു ശേഷം ചാല് പണിതിട്ടില്ല എന്ന് പറഞ്ഞോൾ അതിനുശേഷം വരുന്ന മഴകൾ മുഴുവൻ ഈ കടകളിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ അവർക്ക് ഉപജീവനം വേണ്ട ഷാജൻ ചേട്ടാ.
അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സമയനിഷ്ഠിതമായിട്ട് കഴിയാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ. പിന്നെ തൃശ്ശൂർ പൂരത്തിന് റോഡുകൾ കൃത്യമാക്കി എന്ന് പറഞ്ഞു. റൗണ്ടിലെ റോഡുകൾ നമുക്ക് എടുക്കാം, നമുക്ക് നാളെ വേണമെങ്കിൽ 24 കൂടി ഒന്നൊരു യാത്ര ചെയ്യാം. MG റോഡ്, കുറുപ്പൻ റോഡ്, ഉദയനഗർ, അങ്ങനെ എടുത്തെടുത്ത തൃശ്ശൂർ അങ്ങാടിയിലെ റോഡുകൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കൊന്ന് യാത്ര. നിങ്ങൾ തൃശ്ശൂർ പൂരത്തിന് പാച്ച് ചെയ്ത റോഡുകൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ, ഷാജി ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞു, ഒരു മാസം മുന്നേ പാച്ച് ചെയ്തെന്ന്. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അത് അടർന്നു വീഴുമ്പോൾ, മഴ വീഴുമ്പോൾ അത് അടർന്നു വീഴുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടർന്നു വീണാൽ അതിന്റെ അർത്ഥം എന്താ? ഗോപികൃഷ്ണ, ഇവരുടെ പാച്ചിങ് എന്ന് പറയപ്പെടുന്നതിന്റെ മെഗവല്ലത്. അത് കൃത്യമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഷാജി ചേട്ടൻ പറഞ്ഞല്ലേ, ഒരു മാസം മുൻപ് പാച്ച് ചെയ്തത് മഴവെള്ളം വീണപ്പോൾ അടർന്നു പോയി എങ്കിൽ അതിന്റെ പാച്ചിങ്ങിന്റെ കുഴപ്പം, ആ പാച്ചിങ് നോക്കേണ്ട ഉദ്യോഗസ്ഥന്റെ കുഴപ്പം, ആ ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യേണ്ട അധികാരി വർഗത്തിന്റെ കുഴപ്പം, ആ അധികാരി വർഗത്തിന്റെ ടീമിന്റെ ഭാഗമായിട്ടുള്ള ഷാജി ചേട്ടൻ അടക്കം ഇപ്പൊ പറയണ ഒരു മാസം മുന്നേ പാച്ച് ചെയ്ത് അടർന്നുപോയി. അവിടെയാണ് ചേട്ടാ പ്രശ്നം. ശ്രീ രാജൻ പല്ലൻ നിങ്ങൾ ചെയ്യുന്ന കാര്യം കൃത്യമല്ലെന്ന്